ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. നിലവറയിൽ ആരായിരിക്കും വിളക്ക് വെക്കുന്നത് എന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് നന്ദിനി. അതേസമയം രാജലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് വരുമ്പോൾ കുളിച്ചൊരുങ്ങി അങ്ങോട്ടേക്ക് മീനാക്ഷിയും മൈഥിലിയും വരുന്നു. ഇവരിൽ ആരെയായിരിക്കും അമ്മ തിരഞ്ഞെടുക്കുക എന്ന് നന്ദിനി ആലോചിക്കുമ്പോൾ രാജലക്ഷ്മിയമ്മ പറയുകയാണ്, മീനാക്ഷി വേണം വിളക്ക് തെളിയിക്കാൻ. മീനാക്ഷിക്ക് അകമ്പടിയായി മൈഥിലിക്കും പോകാം. അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വിഷമിച്ച് വന്നത്. എനിക്ക് വിളക്ക് തെളിയിക്കാൻ പറ്റില്ലെന്ന് മീനാക്ഷി പറയുമ്പോൾ ഇതാണ് ദൈവനിമിത്തം എന്ന് പറയുന്നതെന്ന് മൈഥിലി മനസ്സിൽ പറയുന്നു. അത് കുഴപ്പമില്ല മുത്തശ്ശി, ഞാൻ ഒറ്റയ്ക്ക് പോയി വിളക്ക് തെളിയിച്ചോളാം. എൻ്റെ കയ്യിൽ താക്കോല് തന്നാൽ മതിയെന്ന് മൈഥിലി പറയുമ്പോൾ കള്ളന് കഞ്ഞി വെച്ചവൾക്കല്ലേ താക്കോല് കൊടുക്കാൻ പോകുന്നത്, നിന്റെ അടവൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതിയെന്ന് ദേഷ്യത്തോടെ മീനാക്ഷിയും നന്ദിനിയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വാഴപ്പാടി തിരുമേനിയാണ്. തിരുമേനിക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ്. എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഭാര്യ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുമ്പോൾ ഇന്ന് ചെമ്പകമംഗലത്ത് ഒരു മരണം സംഭവിക്കും എന്നാണ് എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ന് ആ നിലവറ വിളക്ക് തെളിയിക്കാൻ ചെല്ലുന്നവരെ കൊല്ലാനായി പ്രതികാരദാഹിയായി നിൽക്കുകയാണ് ആ നാഗം. വിളക്ക് തെളിയിക്കാൻ പോകുന്നത് ആരാണെന്നറിയില്ല. എന്താണെങ്കിലും അവരെ കാത്ത് ഒരു ദുർവിധി തന്നെയുണ്ട്. അങ്ങയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലേ എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുമ്പോൾ സാക്ഷാൽ ഭഗവാന് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂവെന്ന് വാഴപ്പാടി തിരുമേനി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മൈഥിലി വിളക്ക് തെളിയിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ആരും അതിനെ സമ്മതിക്കുന്നില്ല. അതേസമയം അങ്ങോട്ടേക്ക് മാലതി വരികയാണ്. അമ്മ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല, ഞാനുണ്ടല്ലോ ഇവിടെ വിളക്ക് തെളിയിക്കാനെന്ന് മാലതി പറയുമ്പോൾ അല്ല, മുത്തശ്ശിക്കും അമ്മയ്ക്കും കൂടി പോയാൽ പോരെ എന്ന് മീനാക്ഷി ചോദിക്കുന്നു. ഇല്ല മോളെ, എനിക്ക് മുട്ടുവേദന ആയതുകൊണ്ട് തന്നെ പടിക്കെട്ടുകൾ ഇറങ്ങാൻ സാധിക്കില്ല. തുടർന്ന് രാജലക്ഷ്മി അമ്മ പറയുകയാണ്, ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. വിളക്ക് തെളിയിക്കാൻ നന്ദിനി പോട്ടെ, നന്ദിനിയുടെ ഒപ്പം അകമ്പടിയായി മൈഥിലിയും പോകട്ടെ. കാണിക്കുന്നത് നിലവറയിലേക്ക് വിളക്ക് തെളിയിക്കാനായി ഒരുങ്ങുന്ന നന്ദിനിയാണ്. അതേസമയം ജയരാമൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ജയരാമന് ഭസ്മം തൊട്ട് കൊടുക്കുകയാണ് നന്ദിനി. അതേസമയം മൈഥിലി നന്ദിനിയെ വിളിക്കാനായി അങ്ങോട്ടേക്ക് വരുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദിനിയും മൈഥിലിയും കൂടി നിലവറയിലേക്ക് പോകുന്നതാണ്. അതേസമയം ആരുടെയും ജീവന് ഒരാപത്തും വരാതിരിക്കാൻ വേണ്ടി വാഴപ്പാടി തിരുമേനി അവിടെ പൂജ നടത്തുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും നിലവറയുടെ വാതിൽക്കൽ എത്തുമ്പോൾ മൈഥിലി മനസ്സിൽ പറയുകയാണ്, ഈ നിലവറയിലാടി നിന്റെ മരണം നടക്കാൻ പോകുന്നത്. നിന്നെ ഇവിടെ കൊന്നിട്ടിട്ട് ഞാൻ ആ വാളും കൊണ്ട് ഇവിടെ നിന്ന് കടന്നു കളയും. അങ്ങനെ നിലവറ തുറന്ന് നന്ദിനി കയറാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ വാഴപ്പാടി തിരുമേനിയുടെ പൂജ നടക്കുന്ന സ്ഥലത്തെ വിളക്കുകളെല്ലാം അണയുകയാണ്. തിരുമേനി പേടിയോടെ പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം നിലവറയുടെ അകത്തേക്ക് പേടിയോടെ കയറുകയാണ് നന്ദിനിയും മൈഥിലിയും. അങ്ങനെ അവർ രണ്ടുപേരും വിളക്ക് തെളിയിക്കാനായി അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങുമ്പോൾ അവിടെയുള്ള നാഗത്തെ കണ്ട് പേടിയോടെ നിൽക്കുകയാണ് രണ്ടുപേരും. നാഗം അവർക്ക് നേരെ ചീറ്റുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.